നമസ്കാരം, ഏവർക്കും ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി 12, അതായത് നാളത്തെ ദിവസം മുതൽ ചില പ്രത്യേക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ അത്ഭുതകരമായ ചില മാറ്റങ്ങളെ കുറിച്ചാണ്. അതായത് ഭഗവാൻ പരമേശ്വരൻ, ലോകാധിനാഥനായ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നതായ സകലവിധ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നുചേരാൻ പോകുന്ന സമയമാണ് നാളെ മുതൽ ആരംഭം കുറിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ശിവഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മൾ ഭക്തരിലേക്ക് വാരിക്കോരി തരാറുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചില തെറ്റുകൾ, അറിവില്ലായ്മ കൊണ്ടായാലും അറിഞ്ഞായാലും ചെയ്യുന്നതായ തെറ്റുകൾ ചിലത് ഭഗവാനെ പെട്ടെന്ന് തന്നെ പ്രകോപിതൻ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ, അതല്ലെങ്കിൽ പാലിച്ചിരിക്കേണ്ടതായ ചില പ്രധാന കാര്യങ്ങൾ കൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്നത് 10 ഭാഗ്യശാലികളായ നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതായത് നാളെ ജനുവരി 12 മുതൽ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ഭാഗ്യം അനുകൂലമായി വരാൻ പോകുന്ന 10 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായി വരുന്നത് മകയിരമാണ്. മകയിരം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരികയായിരുന്നു മകയിരം നക്ഷത്രക്കാർ. ഈ സകലവിധ ബുദ്ധിമുട്ടുകൾക്കും ദുഃഖങ്ങൾക്കും ഒരു അറുതിയാണ് നാളെ മുതൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നത്. സാമ്പത്തികമായി വലിയ ഉയർച്ചയുണ്ടാകുന്നതോടൊപ്പം തന്നെ കടബാധ്യതകൾ തീർക്കുവാൻ നിങ്ങൾക്ക് വഴി ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരും. ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ ഇതൊക്കെയും മാറി ജീവിതത്തിൽ സന്തോഷത്തെ തിരികെ പിടിക്കുവാനുള്ള ഭാഗ്യമാണ് നാളെ മുതൽ ഭഗവാൻ മഹാദേവന്റെ, ഭോലേനാഥന്റെ അനുഗ്രഹം നിമിത്തം മകയിരം നക്ഷത്രക്കാർക്ക് തുടങ്ങുവാൻ പോകുന്നത്. ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം തുടങ്ങുന്ന രണ്ടാമത്തെ നക്ഷത്രം മൂലമാണ്. ജീവിതം തന്നെ ഒരു വലിയ പോരാട്ടമായിരുന്നു മൂലം നക്ഷത്രക്കാർക്ക്. ഇനി നല്ല കാലമാണ് നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത്. നിങ്ങളെ പരിഹസിച്ചവരും നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് മുന്നിലും നിങ്ങൾക്ക് തലയുയർത്തി ജീവിക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു വന്ന നിങ്ങൾക്ക് അതൊക്കെയും അവസാനിച്ചു സൗഭാഗ്യങ്ങൾ ഭഗവാൻ വാരിക്കോരി തരാൻ തുടങ്ങുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. അടുത്ത മൂന്നാമത്തെ നക്ഷത്രം, ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ധാരാളമായി വന്നുചേരാൻ പോകുന്ന മൂന്നാമത്തെ നക്ഷത്രം ചോതിയാണ്. വിചാരിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാതെ ആകെ തടസ്സങ്ങൾ മാത്രം നേരിട്ടുകൊണ്ടിരുന്ന, വെല്ലുവിളികൾ മാത്രം അനുഭവത്തിൽ വന്നുകൊണ്ടിരുന്ന ചോദ്യ നക്ഷത്രക്കാർക്ക് ഇനി കാര്യസാധ്യത്തിന്റെ, കാര്യവിജയത്തിന്റെ സമയമാണ് തുടങ്ങുന്നത്. ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നിങ്ങൾക്ക് നടത്തിയെടുക്കുവാനായി ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നാളെ മുതൽ നിങ്ങൾക്കൊപ്പം എപ്പോഴും തുണയായി ഉണ്ടാകുന്നതാണ്. നാലാമത്തെ നക്ഷത്രം വിശാഖമാണ്. കണ്ണീരിലും സങ്കടത്തിലും കഴിഞ്ഞിരുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ. പ്രാർത്ഥനകൾ ഒരുപാട് ചെയ്തു, എന്നിട്ടും ഇതുവരെ ഒന്നും ഫലം കണ്ടില്ലല്ലോ എന്ന ചിന്തയായിരുന്നു. എന്നാൽ ആ ചിന്തകളൊക്കെയും നിങ്ങൾ മാറ്റിവെച്ചുകൊള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേട്ടിരിക്കുന്നു. നാളെ മുതൽ സാമ്പത്തികമായി ഉയർച്ചയും മനസമാധാനവും വന്നു ചേരുന്നതാണ്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളെ ഒക്കെ നിങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞു. നാളെ മുതൽ നിങ്ങളുടെ ഭാഗ്യ ദിനവും സമയവുമാണ് ആരംഭം കുറിക്കാൻ പോകുന്നത്. അടുത്ത അഞ്ചാമത്തെ നക്ഷത്രം ഭരണിയാണ്. മനസ്സ് ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. എന്നാൽ ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ ദിനങ്ങളാണ്, നാളുകളാണ് തുടങ്ങുവാൻ പോകുന്നത്. തൊഴിൽപരമായി വിജയമുണ്ടാകും, അംഗീകാരങ്ങൾ തേടിയെത്തുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും അംഗീകാരമില്ല, ആരും അതിനെക്കുറിച്ച് മതിപ്പോടുകൂടി പറയുന്നില്ല എന്ന പ്രയാസമാണ് നിങ്ങളെ ഒരുപാട് വലച്ചിരുന്നത്. ആ പ്രയാസങ്ങൾ മാറി മക്കളിൽ നിന്നായാലും ബന്ധുജനങ്ങളിൽ നിന്നായാലും സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നത്. ആറാമത്തെ നക്ഷത്രമായി അനിഴമാണുള്ളത്. ശത്രുദോഷങ്ങളും കണ്ണേറു ദോഷങ്ങളും പ്രാക്കുദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു അനിഴം നക്ഷത്രക്കാർക്ക് ഇതുവരെ ദുഃഖവും ബാധയുമായി നിന്നിരുന്നത്. എന്നാൽ ഇവിടെ ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണം നിങ്ങളിലേക്ക് വന്നാൽ ഒരു ശക്തിക്കും, ഈ ലോകത്തിൽ എന്തെല്ലാം ശക്തിയുണ്ടോ ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാൻ സാധിക്കില്ല. തടസ്സങ്ങളൊക്കെയും മാറി തൊടുന്നതൊക്കെയും പൊന്നാക്കാൻ സാധിക്കുന്ന സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുവാനായി പോകുന്നത്.
ഏഴാമത്തെ നക്ഷത്രം പൂരമാണ്. വീടിന്റെ ഐശ്വര്യമായി മാറാൻ പോവുകയാണ് പൂരം നക്ഷത്രക്കാർ. പൂരം നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ ആ ജീവിതം, ആ വീട്ടുകാരുടെ ജീവിതം, ആ ഭവനത്തിലുള്ളവരുടെ ജീവിതം പൊടിപൂരമായി മാറാൻ പോകുന്നു. മംഗളകർമ്മങ്ങൾ നടക്കുവാനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം വിജയം നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി എട്ടാമത്തെ നക്ഷത്രം എന്ന് പറയാൻ പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു വർഷം തന്നെയാണ് 2026 എന്ന ഈ ഒരു വർഷം. പ്രത്യേകിച്ച് ജനുവരി 10 മുതൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഏപ്രിൽ 15 വരെ വലിയ നേട്ടം നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ്. രാജയോഗ തുല്യമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. സാമ്പത്തികമായി ഉറപ്പും ഒരു ജീവിത നിലവാരം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അടുത്തത് 9ാമത്തെ നക്ഷത്രമായി വരുന്നത് മകമാണ്. മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുകയും കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരികയും ചെയ്തവരാണ് മകം നക്ഷത്രക്കാരായ ജനങ്ങൾ. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നല്ല പ്രവൃത്തി ചെയ്താൽ പോലും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് മറ്റുള്ളവർ വിരൽ ചൂണ്ടി നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറി ഉയർച്ചയുടെ നാളുകളാണ്. തള്ളി പറഞ്ഞവർ, അതിൽ മക്കളുണ്ടാകും, സഹോദരങ്ങളുണ്ടാകും, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാകും, ഇനി ആരുമായിക്കൊള്ളട്ടെ, തള്ളി പറഞ്ഞവരുടെ മുന്നിൽ വിജയിച്ചു കാണിക്കാൻ നിങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. അടുത്തത് രേവതിയാണ്. 10 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. അതിൽ 10ാമത്തെ നക്ഷത്രം രേവതിയാണ്. ഇരുന്നുണ്ണുവാനുള്ള ഭാഗ്യമാണ് രേവതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. തുടർച്ചയായി ഒരുപാട് തിരിച്ചടികൾ മക്കളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും, ബന്ധുജനങ്ങളിൽ നിന്നും, അയൽക്കാരിൽ നിന്നും നിങ്ങൾ നേരിട്ട് കഴിഞ്ഞു. ഇനി ആ ഒരു സങ്കടമൊക്കെയും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാനും സകല ദുഃഖങ്ങളും തീർന്ന് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് നാളെ മുതൽ തുടങ്ങുന്നത്. ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഈ ഒരു നക്ഷത്രക്കാർ നിങ്ങൾ ചെയ്യേണ്ട ചില വഴിപാടുകൾ കൂടിയുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അതിൽ ആദ്യത്തെ വഴിപാട് ജലധാരയാണ്, അതായത് അഭിഷേകം ചെയ്യുന്നത്. നമുക്കറിയാം, ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതും ലളിതവുമായ വഴിപാട് എന്നു ചോദിച്ചാൽ അത് ജലധാര തന്നെയാണ്. ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയും സമുദ്രമഥന സമയത്ത് ലോകരക്ഷയ്ക്കായി ഭഗവാൻ പാനം ചെയ്ത കാളകൂട വിഷത്തിന്റെ ചൂടും കാരണം ഭഗവാൻ എപ്പോഴും കുളിർമ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശിവലിംഗത്തിൽ നിരന്തരമായി തണുത്ത വെള്ളം ധാരയായി ഒഴിക്കുന്നത്, അതായത് അഭിഷേകം ചെയ്യുന്നത് അദ്ദേഹത്തിന് വളരെയേറെ പ്രിയങ്കരമായ കാര്യമാണ്. അപ്പോൾ ആരുടെ പേരും നക്ഷത്രവും പറഞ്ഞാണോ ഈ ഒരു അഭിഷേകം ചെയ്യുന്നത്, അഭിഷേകപ്രിയനായ ഭഗവാൻ ആ ഒരു വ്യക്തിക്ക് ധാരാളം ഭാഗ്യവും നേട്ടവും കൊണ്ടുതരുന്നതാണ്. ശുദ്ധജലം കൊണ്ട് മാത്രമല്ല, പാലുകൊണ്ട്, അതായത് ക്ഷീരധാര, ഇളനീർ, നെയ്യ്, തേൻ തുടങ്ങിയവ കൊണ്ടുള്ള അഭിഷേകങ്ങളും വളരെയധികം ഉത്തമമാണ്. ക്ഷീരധാര ദീർഘായുസിനും ആരോഗ്യത്തിനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാണ് നിങ്ങളെ വലിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ക്ഷീരധാര ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാകുന്നു. അതേപോലെ തന്നെ ശിവപൂജയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായ ഒരു ഇലയുണ്ട്, അതാണ് ബില്വപത്രം. അതുകൊണ്ട് തന്നെ കൂവളത്തില, ഈ 3 ഇതളുകളുള്ള കൂവളത്തില ശിവന്റെ തൃക്കണ്ണുകളെ, അതായത് ത്രിഗുണങ്ങളെയാണ്, സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂവളത്തില ഭഗവാൻ ശിവന് നിങ്ങൾ സമർപ്പിക്കുവാൻ സാധിച്ചാൽ സുകൃതികളായിട്ട് മാറാനായി നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഏത് കാര്യം ചെയ്യുമ്പോഴും മന്ത്രം ചൊല്ലി ഭക്തിയോടെ സമർപ്പിച്ചാൽ ശിവഭഗവാൻ വേഗം നമ്മളിൽ പ്രസാദിക്കുന്നതാണ്. മുൻ ജന്മങ്ങളിലായാലും ഈ ജന്മങ്ങളിലായാലും ചെയ്തതും ചെയ്തു പോയതുമായ സകലവിധ പാപങ്ങളും മാറുന്നതിന് കൂവളമാല ഭഗവാന് ചാർത്തുന്നതും, അതായത് കൂവളമാല ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത് കൊണ്ടും സാധ്യമാകുന്നതാണ്. ഇനി ഭസ്മാഭിഷേകം നടത്താവുന്നതാണ്, അതായത് ഭസ്മം ചാർത്തൽ. ഭഗവാൻ ശിവന് പ്രധാന ആഭരണങ്ങളിലൊന്ന് ഭസ്മം തന്നെയാണ്. അതുകൊണ്ട് ലൗകിക സുഖങ്ങളുടെയും ത്യാഗങ്ങളുടെയും വൈരാഗ്യത്തിനെയും സൂചിപ്പിക്കുന്ന ഭസ്മം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നത് വഴി ഐശ്വര്യം ഉണ്ടാവുകയും നമ്മളിലെ പാപങ്ങൾ ഒക്കെയും തന്നെ അകന്നു മാറി ഉത്തമമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും സഹായിക്കുന്നതാണ്. അതേപോലെ ഭഗവാന് ഏറ്റവും പ്രീതി ലഭിക്കുന്നതായ വഴിപാടാണ് പ്രദോഷവ്രത പൂജ. വഴിപാടുകളൊക്കെ നടത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വ്രതവും എടുക്കാവുന്നതാണ്. പ്രദോഷ ദിവസത്തെ ആരാധന, പ്രദോഷ സന്ധ്യയിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത്, കൂവളത്തിൽ സമർപ്പിക്കുന്നതൊക്കെ അതിവിശേഷമായ ഫലങ്ങളാണ് ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു ഭക്തയുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. ഇനി ശിവഭഗവാന് ഏറ്റവും പ്രിയമുള്ള ദിവസം തിങ്കളാഴ്ചയായതിനാൽ തന്നെ ആ അന്നേ ദിവസം വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ബാഹ്യമായ വഴിപാടുകളാണ്. എന്നാൽ ഇവയെക്കാളും
മഹാദേവന് നമ്മളിൽ ഏറ്റവും പ്രിയങ്കരമായത് എന്താണ്? നിഷ്കളങ്കമായ ഭക്തിയും ശുദ്ധമായ മനസ്സുമാണ്. അഹംഭാവങ്ങളൊന്നും തന്നെ ഇല്ലാതെ മനസ്സുരി ഏതൊരുവൻ ആ തിരുനടയിൽ ചെന്ന് ഓം നമഃശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആ ഭക്തനിൽ ഭഗവാൻ മഹാദേവൻ പ്രീതനാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ശിവഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്. എങ്കിലും പൂജാവിധികളിലും സമർപ്പണങ്ങളിലും ചില ചിട്ടകൾ കൂടി പാലിക്കേണ്ടതുണ്ട്. ക്ഷിപ്രപ്രസാദിയാണ്, അതേപോലെ ക്ഷിപ്രകോപിയും. അപ്പോൾ ശിവഭഗവാന് അനിഷ്ടകരമായതൊന്നും തന്നെ ഭക്തർ ചെയ്യുവാൻ പാടുള്ളതല്ല. അതിൽ പ്രത്യേകമായി പറയാനുള്ളത് ഉപയോഗിക്കാൻ പാടില്ലാത്ത പുഷ്പങ്ങളെ കുറിച്ചാണ്. അതായത് ശിവപൂജയിൽ ചില പൂക്കൾ കർശനമായി തന്നെയാണ് നിരോധിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് താഴമ്പൂവാണ്. പുരാണപ്രകാരം പറയുമ്പോൾ ശിവന്റെ ശാപം ലഭിച്ച ഒരു പുഷ്പം കൂടിയാണ്. അതിനാൽ ശിവപൂജയ്ക്ക് ഒരിക്കലും ഈ പൂവ് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. ഇനി തുളസിയെ കുറിച്ച് പറയുമ്പോൾ വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടതാണെങ്കിലും ശിവപൂജയിൽ തുളസിയില സാധാരണയായി ഉപയോഗിക്കാറില്ല. അത് മഹാശിവരാത്രി പോലുള്ള ചില പ്രത്യേക അവസരങ്ങളിൽ ഒഴികെ ഒരു സമയങ്ങളിലും ഈ തുളസി ശിവഭഗവാന് ഉപയോഗിക്കാറില്ല. അടുത്തത് ചുവന്ന നിറത്തിലുള്ള പൂക്കൾ. നമുക്കറിയാം, അത് ദേവീ ക്ഷേത്രങ്ങളിലാണ് ചുവന്ന പുഷ്പങ്ങൾക്ക് പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് ശിവഭഗവാന് വെളുത്ത പുഷ്പങ്ങൾ, തുമ്പ, എരിക്കിൻ പൂവ് തുടങ്ങിയ പുഷ്പങ്ങളോടാണ് ഏറ്റവും പ്രിയമുള്ളത്. ഇനി അഭിഷേകത്തിനുള്ള ശംഖുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. ശംഖിൽ ജലമെടുത്ത് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ ഒരു കാരണവശാലും പാടുള്ളതല്ല. ശംഖ് മഹാവിഷ്ണുവിന്റെ പ്രതീകമായതിനാലാണ് ഇങ്ങനെ. ഇനി ശിവലിംഗത്തിൽ മഞ്ഞളോ കുങ്കുമമോ അണിയിക്കുന്നതും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവ സൗന്ദര്യത്തിന്റെയും സ്ത്രീത്വത്തിന്റെയും പ്രതീകമായതിനാൽ തന്നെ ശിവഭഗവാൻ ഏറ്റവും ഇഷ്ടമായ ഭസ്മമാണ് അണിയിക്കേണ്ടത്. ഇനി ജലധാര നടത്തുമ്പോൾ മാത്രം ഒഴിവാക്കേണ്ടതായ ചില കാര്യമുണ്ട്. അത് പാലഭിഷേകം ചെയ്യുമ്പോഴാണെങ്കിൽ പച്ചപ്പാൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാച്ചിയ പാല് നിഷിദ്ധമാണ്. ഇത് ഏവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതേപോലെ ശിവഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തില. എന്നാൽ അത് സമർപ്പിക്കുമ്പോൾ കീറിയതോ ഉണങ്ങിയതോ പ്രാണികൾ കടിച്ചതോ ആയ ഇലകൾ ഒരു കാരണവശാലും ഭഗവാന് സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. ഇലയുടെ മിനുസമുള്ള ഭാഗം ശിവലിംഗത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ വേണം ഭഗവാൻ അത് സമർപ്പിക്കാനായിട്ട്. ഇനി ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും പൂർണ്ണമായ പ്രദക്ഷിണം പാടുള്ളതല്ല. ശിവലിംഗത്തിൽ നിന്ന് അഭിഷേക ജലം ഒഴുകിപ്പോകുന്നതായ ആ ഒരു ഓവുണ്ടല്ലോ, അഥവാ അതിനെ സോമസൂത്രം എന്ന് പറയും, അത് മുറിച്ചു കടക്കുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഒരു 3/4 പ്രദക്ഷിണം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓവിനടുത്ത് വന്ന് തിരികെ നടക്കുക എന്ന് നമുക്കറിയുന്ന കാര്യം കൂടിയാണ്. ഇനി ഒഴിവാക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി. നുണ പറയുന്നത്, വഞ്ചന. കാരണം സത്യസ്വരൂപനാണ് ഭഗവാൻ ശിവൻ. അതിനാൽ അസത്യം പറയുന്നവരോട് ശിവഭഗവാൻ ഒരു കാരണവശാലും ക്ഷമിക്കുകയില്ല. ഭോലേനാഥൻ ഒരു കാരണവശാലും കള്ളം പറയുന്നവരെ ഇഷ്ടപ്പെടുന്നതുമില്ല. രാവണന്റെ കഥയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭക്തിയുണ്ടെങ്കിൽ പോലും അഹങ്കാരം കാണിച്ചാൽ ഒരു കാരണവശാലും ശിവഭഗവാന്റെ അനുഗ്രഹമായിരിക്കില്ല, ശിവകോപമായിരിക്കും ഏതൊരുവരിലേക്കും വന്നു ചേരുന്നത്.